ജിസേലിൻ്റെ റൂൾ ബ്രേക്കിംഗ് നോക്കി നടക്കുന്ന നമ്മുടെ അനു സ്ഥിരമായിട്ട് ബ്രേക്ക് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഉറക്കം. എപ്പോഴും ഉറങ്ങും. അത് കണക്ക് പട്ടി കുരയ്ക്കും. ഓരോ സാധനവും കട്ടാവും. ഏറ്റവും കൂടുതൽ BB ഹൗസിൽ ഉറങ്ങി പോയിൻറ്റ്സ് കട്ട് ചെയ്യുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് അനുമോളാണ്. എത്ര പറയാനും കേൾക്കില്ല. കാര്യം രാത്രി മൊത്തം ഉണർന്നിരുന്ന് ഓരോ കഥ പറഞ്ഞിരിക്കും. എന്നിട്ട് രാവിലെ ആകുമ്പോൾ കിടന്നുറങ്ങും. ഇതാണ് സ്ഥിരം അനുമോളുടെ പ്രധാന പരിപാടി. അനുമോൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, നീ കിടക്കരുത്, നീ ഉറങ്ങിപ്പോവും, നീ എണീച്ചിരിക്കുക എന്ന് നമ്മുടെ ആതിര നൂറ പറയുന്നുണ്ട്. എന്നിട്ട് പോലും വീണ്ടും ആതിലയുടെ മടിയിൽ കിടന്ന് അനുമോൾ ഉറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ആതില നൂറയും അതുപോലെ തന്നെ ഒണിയലും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒണിയലിൻ്റെ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒണിയലിൻ്റെ കയ്യിലെ ടാറ്റുവിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദിലയുടെ മടിയിൽ കിടന്ന് അനുമോൾ ഉറങ്ങുന്നത്. അപ്പോൾ പട്ടി കുരച്ച ഉടനെ ആദ്യമേ ആദില പറയുന്നത്, ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. എന്നിട്ട് പോലും പട്ടി കുരച്ചിട്ട് പോലും അനുമോൾ അവിടെ കിടക്കുകയാണ്. കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കുകയാണ്. ആദ്യമേ അങ്ങനെ അവിടെ വരുന്നത് നമ്മുടെ അനീഷാണ് കേട്ടോ. അനീഷ് അറിയാമല്ലോ, എവിടെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടി ആദ്യം ചാടി വീഴുന്നതാണ് നമ്മുടെ അനീഷാണ്. അനീഷ് വന്ന് ഉടനെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരാ ഉറങ്ങിയത്. പക്ഷേ അനീഷിന് മനസ്സിലാവും, കാര്യം അവിടെ കിടക്കുന്നത് അനുമോളാണ്. അപ്പോൾ എന്തായാലും മനസ്സിലാവും അനുമോളാണെന്ന്. അങ്ങനെ അനീഷ് ആദ്യം വന്നിട്ട് അനുമോൾ പറയുന്നുണ്ട്, നമ്മുടെ ഇവിടുത്തെ പല സാധനങ്ങളും കട്ടായത് നീ ഒരാൾ കാരണമാണ്. ഇപ്പോൾ പഞ്ചസാരയും കൊണ്ട് കട്ടാകും. ഇതിനു മുമ്പ് പാലും മുട്ടയും കട്ടായി. ഇതിനെല്ലാം കാരണം നീയാണ്. ഇനി ഒന്നും കഴിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ക്യാപ്റ്റനായ ഷാനവാസ് സത്യം പറഞ്ഞാൽ ഒന്നും പറയുന്നില്ല. ഒരു ക്യാപ്റ്റൻ വന്ന് ഇതൊക്കെ ചോദ്യം ചെയ്യണം. പക്ഷേ ക്യാപ്റ്റൻ അങ്ങനെ ന്യൂട്രലായിട്ട് പോവുകയാണ് കേട്ടോ. ഒരു ക്യാപ്റ്റൻ്റെ ആയിട്ട് രീതിയിലൊന്നും ചെയ്യുന്നില്ല അവിടെ സത്യമായിട്ടും. കാര്യം പല കാര്യങ്ങളും നിങ്ങൾ ആദ്യം ചോദിക്കുക, എന്നിട്ട് ബാക്കി ഞാൻ ചോദിക്കാം എന്ന രീതിയിലാണ് ഷാനവാസിൻ്റെ ഗെയിം പോകുന്നത്. അങ്ങനെയല്ല, ഒരു ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ ഇടപെടേണ്ട കാര്യങ്ങൾക്കെല്ലാം ഇടപെടണം. എന്തായാലും അതിനുശേഷം വന്ന എല്ലാവരും എന്തിന് രേണുസുതി പോലും ചോദ്യം ചെയ്തു. രേണുസുതി പറയുന്നത്, നിന്നെ കാരണം ഞങ്ങളുടെ ഫുഡ് പോലും കിട്ടുന്നില്ല, നിന്നോട് എത്ര പ്രാവശ്യം പറയുന്നു ഇങ്ങനെ ഉറങ്ങരുത് എന്ന് രേണുസുതി പോലും ചോദിച്ചു. പക്ഷേ അവിടെ ഷാനവാസ് ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ KB ചോദിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ KB അനുമോൾ അത്ര ഇഷ്ടമല്ല. കാര്യം അനുമോൾ എപ്പോഴും ക്യൂട്ട്നെസ് വാരി വിതറുന്നതാണ് പറയുന്നത്. അത് ഒരു പരിധിവരെ ശരിയുള്ള കാര്യമാണ്. കാര്യം അനുമോൾക്ക് എല്ലാവരുടെ മുന്നിൽ ചിരിച്ച് നിൽക്കും. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ആ സമയത്ത് അനുമോൾ പ്രതികരിക്കില്ല. പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും പ്രതികരിക്കുന്നത്. ആ സമയത്തെല്ലാം ഭയങ്കരമായിട്ട് ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ടിരിക്കും. അത് ഈ പറഞ്ഞ പോലെ KB അത്ര ഇഷ്ടമല്ല. അത് വന്നപ്പോൾ തൊട്ടേ പറയുന്നുണ്ട്, അനുമോളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന്. അപ്പോൾ എല്ലാവരും പറയുന്നു അനുമോൾ ഒറ്റ വ്യക്തിയാണ് ഈ സാധനങ്ങളെല്ലാം കട്ടാകാൻ കാരണം എന്ന് പറയുന്നു. അപ്പം മറ്റുള്ളവരുടെ, അതായത് പ്രത്യേകിച്ച് ഗിസേലിൻ്റെ റൂൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുന്ന അനുമോൾ സ്വന്തം കാര്യം കൂടെ നോക്കണം. ഇതിപ്പോൾ ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും കട്ടിലേ വന്നിരുന്നുകൊണ്ട് നമ്മുടെ ശൈത്യയും അനുമോളും കൂടെ വീണ്ടും ജിസേലിൻ്റെ മേക്കപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ജിസേൽ ചെയ്യുന്ന പോലെ തന്നെ വേറൊരു കാര്യമാണ് അനുമോളും ചെയ്യുന്നത്. അതായത് ഉറങ്ങരുത് എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ഒരു റൂള് നമ്മുടെ അനുമോൾ നിരന്തരമായിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.